ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പ് എന്നത് വെറും ഒരു ആചാരമോ ഭക്ഷണ നിയന്ത്രണമോ മാത്രമല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആത്മീയമായ വെടിപ്പും ദൈവവുമായുള്ള കൂടുതൽ അടുപ്പവും സ്വയം പരിശോധനയും ലക്ഷ്യമിട്ടുള്ളതാണ്. നോമ്പിന്റെ 32-ാം ദിവസമായ ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം രക്ഷയുടെ കൂടാരം എന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ 9ഉം 10ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ബൈബിളിലെ ഏറ്റവും സ്വാധീനമുള്ള കഥകൾ ഒന്നാണ് സക്കായിയുടെ കഥ. ഭൗതികമായി സമ്പന്നനെങ്കിലും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനും ആത്മികമായി ഒറ്റപ്പെട്ടവനുമായിരുന്നു സക്കായി. എന്നാൽ യേശുക്രിസ്തുവുമായുള്ള ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ സക്കായിയുടെ ഭവനത്തെ രക്ഷയുടെ കൂടാരമാക്കി തീർത്തു. യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് സക്കായി വന്നത്. എന്നാൽ അവന്റെ തടസ്സങ്ങൾ കുറഞ്ഞ ഉയരവും ജനക്കൂട്ടവും ആയിരുന്നു. ജീവിതത്തിൽ രക്ഷാകരമായ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കുറവുകളും ചുറ്റുമുള്ള സാഹചര്യങ്ങളും തടസ്സമാകരുത്. എന്നാൽ സക്കായി പിന്തിരിഞ്ഞില്ല. അവനൊരു കാട്ടത്തി മരത്തിൽ കയറി. ദൈവത്തെ തേടുന്നവർക്ക് വഴി തുറക്കും എന്നതിന്റെ അടയാളമാണിത്. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതെങ്കിലും യേശു അവനെ പേരെടുത്ത് വിളിക്കുകയാണ് ചെയ്തത്. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ശരിയായ വിശ്വാസം നമ്മളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നു. രക്ഷ എന്നത് മനുഷ്യന്റെ മാത്രം പരിശ്രമമല്ല, ദൈവം മനുഷ്യനെ തേടി വരുന്ന അവസ്ഥയാണ്. തന്റെ പാപപൂർണമായ ജീവിതത്തിനിടയിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവാണ് രക്ഷയുടെ ആദ്യപടി. യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ച സക്കായിയുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടായ മാറ്റം അത്ഭുതകരമാണ്. തന്റെ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് നൽകാമെന്നും ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി മടക്കി നൽകാമെന്നും അവൻ പറയുന്നു. വെറും ഒരു പശ്ചാത്താപമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെയുള്ള പരിവർത്തനമാണ് ഇവിടെ കാണുന്നത്. നീതിരഹിതമായി സമ്പാദിച്ചവ ഉപേക്ഷിക്കുമ്പോഴാണ് രക്ഷയുടെ കൂടാരമായി തീരുന്നത്. സക്കായിയുടെ ഉള്ളിൽ ഈ മാറ്റം കണ്ടപ്പോഴാണ് യേശു പറഞ്ഞത്, ഇന്ന് ഈ വീടിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ മകൻ തന്നെ. മരണാനന്തരമുള്ള ഒരു അവസ്ഥയല്ല, മറിച്ച് ഭൂമിയിൽ വെച്ച് തന്നെ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങുന്ന നിമിഷമാണിത്. നഷ്ടപ്പെട്ടു പോയവനെ തിരഞ്ഞു പിടിക്കുവാനും രക്ഷിക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന ദൗത്യം ഇവിടെ പൂർത്തിയാകുന്നു. സക്കായിയുടെ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ലളിതമാണ്. നാം എത്ര വലിയ പാപിയായെങ്കിലും നമ്മുടെ കുറവുകളെ മറികടന്ന് ദൈവത്തെ അന്വേഷിച്ചാൽ അവൻ നമ്മെ തേടിയെത്തും. നമ്മുടെ സ്വാർത്ഥതയും അനീതിയും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതവും കുടുംബവും സമാധാനവും സന്തോഷവുമുള്ള രക്ഷയുടെ കൂടാരമായി മാറും. നോമ്പുകാലം എന്നത് നമ്മുടെ ഹൃദയമാകുന്ന കൂടാരം വൃത്തിയാക്കി ദൈവത്തെ സ്വീകരിക്കുവാനുള്ള സമയമാണ്. ലോകം നമ്മെ എങ്ങനെ കണ്ടാലും ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നുവെന്നും നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ഈ വേദഭാഗം നൽകുന്ന ഉറപ്പ്. ഇതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.